പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധ ശഅബാൻ മാസത്തിന്റെ സുന്ദരമായ ദിവസങ്ങളിലൂടെയൊക്കെയാണ് ഞാനും നിങ്ങളും പോകുന്നത്. അൽഹംദുലില്ലാ, ബറാഅത്ത് രാവൊക്കെ നമ്മളിലേക്ക് വരാനിരിക്കുന്നു. നനച്ചുകുളിയുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ചയൊക്കെ നമ്മൾ ഇന്നലെ നടത്തിയതാണ്. എന്നാലും ഒരു 4 കാര്യം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഒരിക്കലും ഇനിയുള്ള ദിവസത്തിൽ മറന്നു പോവാൻ പാടില്ല. നമ്മുടെ വീടുകളിൽ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല, മറക്കാതെ നമ്മൾ എന്തായാലും മനസ്സിലാക്കി വെക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ചെയ്തില്ല എങ്കിൽ നമ്മൾ എത്ര തന്നെ നനച്ചുകുളി നടത്തിയിട്ടും കാര്യമില്ല, എത്ര തന്നെ ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അല്ലാഹു തആല വേഗത്തിൽ സ്വീകരിക്കാനും നമ്മുടെ വീട്ടിൽ പിശാചിനെ ഓടിച്ച് മലക്കുകളെ വീട്ടിലേക്ക് കടത്തിക്കൊണ്ടുവരാനും വീട്ടിൽ ബറക്കത്ത് നിത്യമായി ഉണ്ടാവാനും ഇനി പറയുന്ന 4 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരാം. ബറാഅത്ത് രാവൊക്കെ വരാനിരിക്കുന്നു. ഈ ഇസ്മ ഇനി മുതൽ നമ്മൾ ഒരുപാട് വട്ടം, എത്ര വട്ടം പറയണമെന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ആ എണ്ണം നമ്മൾ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ബറാഅത്ത് രാവിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല ഖബൂൽ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന പുണ്യമായ ഒരു ഇസ്മ, അള്ളാഹുവിൻ്റെ ഒരു നാമം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന വീഡിയോ അവസാനം വരെ കാണണേ. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും കിട്ടുന്ന, അള്ളാഹുവിൻ്റെ അദാബുകളെ തൊട്ട് കാവൽ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടുമുട്ടിക്കാൻ ഒരുപാട് പ്രയാസപ്പെടുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ സമ്പത്തിൽ നീ ബറക്കത്ത് തരണേ അല്ലാ, സന്താനങ്ങളിൽ ഖൈറ് തരണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ. ഒരുപാട് കുടുംബങ്ങളിലാണ് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ ഉള്ളത്. അള്ളാഹുവെ, എല്ലാം മാറ്റി ഞങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കണേ റഹ്മാനേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, പരിശുദ്ധമായ പരിപാവനമായ ശഅബാൻ, ആ ശഅബാൻ മാസത്തിന്റെ അതിപ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. വിശുദ്ധമായ ബറാഅത്ത് രാവൊക്കെ വരികയാണ്. ബറാഅത്ത് രാവ് വരുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ നനച്ചുകുളി നടത്തണമെന്നുള്ള വിശാലമായ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഒരുപാട് പേര് വീണ്ടും സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെയൊക്കെ മറുപടി നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യാം. അപ്പം നനച്ചുകുളി അത് നടത്തുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരുടെ വീടുകളിൽ സ്വന്തമായിട്ട് ചെയ്യുക. പലരൊക്കെ ചോദിച്ചു, ഉസ്താദെ, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സ്വന്തം വീട്ടിലാണ്, അവിടെ ഞാൻ അടിച്ചു വൃത്തിയാക്കിയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയും ചെയ്യണോ? അതായത് നമ്മളുള്ള സ്ഥലം എവിടെയാണോ, ഇപ്പം നമ്മുടെ വീട് മാത്രമല്ല, നമ്മുടെ കച്ചവട സ്ഥാപനമാവട്ടെ, നമ്മുടെ വാഹനമാവട്ടെ, നമ്മുടെ വാഹനം ഉണ്ടല്ലോ, നമ്മുടെ കാറ് അല്ലെങ്കിൽ നമ്മുടെ ബൈക്ക്, അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. അതൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ അതിഥിയെ സ്വീകരിക്കേണ്ട ഒരു മര്യാദയിൽപ്പെട്ടതാണ്. റമദാൻ എന്ന അതിഥി വരുന്നു, ആ അതിഥിയെ സ്വീകരിക്കുക. അതെങ്ങനെ? മാനസികമായും ശാരീരികമായും നമ്മൾ തയ്യാറാവുക, എല്ലാ രൂപത്തിലും അത് തയ്യാറായിരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കുക, നമ്മുടെ വാക്കുകൾ നന്നാക്കുക, നമ്മുടെ ചെവി, നമ്മുടെ കേൾവി, നമ്മുടെ കാഴ്ച, അതൊക്കെ ഹലാലിലാവുക, ഹറാമിൽ നിന്ന് മാറുക. അതൊക്കെ എന്താണ്? ഈ നനച്ചു കുളിയിൽപ്പെട്ടതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി മുതൽ ബറാഅത്ത് രാവ് വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബറാഅത്ത് രാവിൻ്റെ അന്ന് അല്ലാഹു തആല ഇങ്ങനെ അടിമകളിലേക്ക് നോക്കുമെന്നാണ്. നോക്കിയിട്ട് ആരാണ് എന്നിലേക്ക് ദുആ ചെയ്യുന്നത്, അവൻ്റെ ദുആ ഞാൻ വേഗത്തിൽ സ്വീകരിക്കും എന്ന് അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളൊക്കെ നല്ലവണ്ണം ദുആരക്കുക. ഇനിയിപ്പോൾ നാളെ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച സുന്നത്തായ നോമ്പ് നമുക്ക് പിടിക്കാം. ശഅബാൻ മാസത്തിന്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവൊക്കെയാണ് നാളെ വരുന്നത്. അൽഹംദുലില്ലാ. അപ്പൊ എന്ത് ചെയ്യുക? നല്ലവണ്ണം ദുആ ചെയ്യുക. പ്രത്യേകിച്ച് നാളെ നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇന്ന് രാത്രി തന്നെ നാളെ നോമ്പ് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഉമ്മമാര്, വാപ്പമാര്, സഹോദരന്മാരൊക്കെ എന്ത് ചെയ്യുക? നിയത്ത് വെക്കുക. എല്ലാവരും പറ്റുന്നതുപോലെ പിടിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല നാളെ നോമ്പെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറും സമാധാനവും കൊടുക്കുമാറാവട്ടെ. നമ്മൾ ഇതുവരെ അനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ബറാഅത്ത് രാവൊക്കെ നമ്മളിലേക്ക് വരികയാണ്. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കൂലേ? അതുമാത്രമല്ല, ഇനി മുതൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ കടയിലേക്ക് പോകുന്നതാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി നമ്മൾ കഴുകി, ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലം നമ്മൾ തുടച്ചിട്ട് ആ തുണി ഒന്ന് കഴുകാൻ വേണ്ടി നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി, ആ തുണി ഒന്ന് കഴുകി അതൊന്ന് പിഴിഞ്ഞിട്ട് അവിടെ നമ്മൾ വിരിച്ചിട്ടു, എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് കിടക്കൂലേ? അപ്പോൾ എപ്പോൾ വീട്ടിലേക്ക് കിടന്നാലും
എപ്പോൾ വീട്ടിലേക്ക് കടന്നാലും ഇനിയിപ്പോൾ കുറച്ച് വേസ്റ്റ് ഉണ്ട്, ആ വേസ്റ്റ് നമ്മുടെ തെങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി നമ്മൾ ഇടാൻ വേണ്ടി പോവുക, അങ്ങനെ ഇട്ടു, എന്നിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അപ്പോഴും, അതായത് എപ്പോഴെല്ലാം നമ്മൾ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് കിടക്കുന്നു, ആ സമയത്തെല്ലാം വീട്ടിലേക്ക് കിടക്കുമ്പോൾ വലതുകാലുകൊണ്ട് പ്രവേശിക്കുക. വലതുകാലുകൊണ്ട് പ്രവേശിക്കുക മാത്രമല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിമാരും ഒരിക്കലും മറന്നു പോകരുത്, എൻ്റെ വാപ്പമാരും മറന്നു പോകരുത്. നമ്മൾ എപ്പോൾ വീട്ടിലേക്ക് പ്രവേശിച്ചാലും വലതുകാലുകൊണ്ട് പ്രവേശിക്കുക. അതോടൊപ്പം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാനും ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ നിരന്തരമായി നമ്മുടെ വീട്ടിൽ ചെയ്താൽ, വലതുകാലുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സലാം പറയാൻ പറ്റുമെങ്കിൽ സലാം പറയുക. ഇനി സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്ത് ഒരു വട്ടമെങ്കിലും ചുരുങ്ങി നമ്മൾ ഓതുക. ഇങ്ങനെ നമ്മൾ സ്ഥിരമായി നമ്മൾ ചെയ്താൽ നമ്മുടെ വീട്ടിൽ പിശാച് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല, അവൻ നമ്മുടെ വീടിന്റെ പരിസരത്തുണ്ടാവില്ല. അതുകൊണ്ട് പിശാചിനെ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ പുറത്തേക്കാക്കുക. കാരണം ബറാഅത്ത് രാവെന്ന് പറഞ്ഞാൽ മലക്കുകൾ ധാരാളമായി, ലക്ഷക്കണക്കിന് മലക്കുകൾ നമ്മുടെ വീടുകൾ അന്വേഷിച്ചു വരുന്ന രാവാണ്. കാരണം എന്താണ്? അമലുകൾ സ്വീകരിക്കപ്പെടുന്ന രാവ്. ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന രാവ്. ഓരോ മുഅ്മിനായ മനുഷ്യന്റെയും വീടുകൾ അന്വേഷിച്ച് മലക്കുകൾ വന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന രാവ്. അപ്പം മലക്കുകൾ നമ്മൾ കാത്തിരിക്കുന്നു. റമളാൻ എന്ന അതിഥി വരുന്നു. അപ്പം മുഴുവനും സന്തോഷത്തിൻ്റെ, ഒരു ആഹ്ലാദത്തിൻ്റെ, ഒരു സമാധാനത്തിൻ്റെ രാവ്, ഒരു പകലൊക്കെ നമ്മളിലേക്ക് വരുമ്പോൾ പിശാചിനെ ഓടിക്കണ്ടേ? അതിലൊന്നാമതായി എൻ്റെ ഉമ്മമാര് ചെയ്യേണ്ടത്, വീട്ടിലേക്ക് എപ്പോൾ കടന്നാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക. അതോടൊപ്പം തന്നെ ഇത് വലതുകാലം കൊണ്ട് കിടക്കുക. പറ്റുമെങ്കിൽ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതാനും പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? വീട്ടിൽ എവിടെയെങ്കിലും ഇപ്പൊ നമ്മുടെ കുട്ടികൾ മൂത്രമൊഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ കുട്ടികൾ മലമൂത്രം വിസർജനം ചെയ്ത് അത് അങ്ങോട്ട് തന്നെ ഇടരുത്. പിന്നെ ഈ കുട്ടികൾ, ചെറിയ കുട്ടികളുള്ള വീട്ടിൽ ഈ കുട്ടികൾ ഉപയോഗിക്കുന്ന സ്നെഗ്ഗില്ലേ, ആ സ്നെഗ്ഗിയിൽ മൂത്രമുണ്ടാവാൻ, മലമൂത്ര വിസർജനമൊക്കെ ഉണ്ടാകും, അതിങ്ങനെ കൂട്ടിയിടരുത്. വീട്ടിൽ നജസ് ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. എപ്പോഴാണെങ്കിലും നമ്മൾ ആ നജസ് വേഗം തന്നെ നീക്കം ചെയ്യുക. മറ്റൊരു കാര്യം, വീട്ടിൽ അടിച്ചു വാരി കൂട്ടി ഇടരുത് ഒരു സ്ഥലത്തും. ഇതിങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിൽ പിശാച് കൂടുതലായിട്ട് വരും, മലക്കുകൾ വരാതെയാകും. അങ്ങനെ മലക്കുകൾ വരാതെയായാൽ ബറാഅത്ത് രാവിന്റെ പുണ്യം നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് ബറാഅത്ത് രാവിനെ പ്രതീക്ഷിക്കുന്ന, പുണ്യങ്ങൾ നിറഞ്ഞ ആ ഒരു പകലിനെ പ്രതീക്ഷിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കുക. അപ്പൊ 3 കാര്യം പറഞ്ഞു. ഒന്ന്, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി പറയുക. അതോടൊപ്പം തന്നെ വലതുകാലം കൊണ്ട് കയറുക. പറ്റുമെങ്കിൽ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക. രണ്ടാമത്തെ കാര്യം, വീട്ടിൽ നജസായ ഒരു വസ്തുവും ഒരു സ്ഥലത്തും ഉണ്ടാവാതെ പരമാവധി അതൊക്കെ നീക്കം ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്താണ്? വീട്ടിൽ നമ്മൾ അടിച്ചുകൂട്ടി ഒരിക്കലും കൂട്ടി ഇടരുത്. അത് അടിച്ചു വാരിയ അതിന്റെ വേസ്റ്റ് എല്ലാം ഒന്നുകിൽ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് അപ്പം തന്നെ കൊണ്ടുപോയി എവിടെയാണോ വേസ്റ്റ് ഇടുന്നത് അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുക. ഒരിക്കലും കൂട്ടിയിടുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത്. അതുപോലെ തന്നെ ഈ അലക്കാനുള്ള തുണി ഉണ്ടല്ലോ, അലക്കാനുള്ള തുണികൾ വാഷിംഗ് മെഷീൻ കൊണ്ടുപോയി ഇട്ട് അലക്കാനുള്ള മടി കാരണം എവിടെയെങ്കിലും ഇങ്ങനെ കുന്നുപോലെ കൂട്ടിയിടുന്ന ഒരു അവസ്ഥ, അതൊക്കെ നമുക്ക് എന്താണ്? ബറക്കത്തില്ലായ്മയാണ്. അതൊക്കെ ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ വളരെയധികം ബറക്കത്ത് നഷ്ടപ്പെടുകയും നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ വിട്ടുമാറാത്ത പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് പറയട്ടെ? പരിശുദ്ധമായ ഖുർആനിനോട് ഞാനും നിങ്ങളും കാണിക്കുന്ന അപമര്യാദയാണ്. അപ്പൊ പല ആൾക്കാരും, ഉസ്താദേ ഞങ്ങളൊക്കെ ഖുർആൻ ഓതുന്നുണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിൽ ഖുർആനൊന്നും അവിടെ ഇവിടെയൊന്നും കിടക്കുന്നില്ലല്ലോ, ഞങ്ങൾ ഖുർആൻ നോക്കിയാണല്ലോ ഓതുന്നത്, വീട്ടിൽ പഴയ ഖുർആനൊന്നുമില്ല, എല്ലാം പുതിയ ഖുർആനാണ്. പിന്നെയോ പഴയ ഖുർആനൊന്നും ഞങ്ങൾ ഒരിക്കലും അഴുക്ക് പുരണ്ട് ഇരിപ്പില്ല, പൊടി തട്ടി ഇരിപ്പില്ല, ഞങ്ങൾക്ക് അതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഉമ്മമാരെ, നമ്മളൊക്കെ യാസീൻ ഓതൂലേ? അല്ലെങ്കിൽ മറ്റു സൂറത്തിൽ ബാക്കി ആ സൂറത്തിൽ മുൽക്കൊക്കെ നമ്മൾ ഓതൂലേ? എത്ര പേരാണ് ഈ യാസീനൊക്കെ ഓതുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഓതുക? ഒന്ന് മനസ്സിൽ തട്ട്, നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊന്ന് ഉത്തരം പറഞ്ഞാൽ മതി. ഇന്നിപ്പോൾ യാസീൻ ഓത് എങ്ങനെയാ? യാസീൻ വൽ ഖുർആൻ ഒന്ന് അങ്ങനെയാണ് പറഞ്ഞ ഓതുന്നത്, അങ്ങനെ ഒന്നു. പിന്നെ ഓതുന്നതിൻ്റെ ഇടയിൽ കുട്ടി അങ്ങോട്ട് പോയി, എടാ വീഴാതെ നോക്കണയോ, അലാ സിറാത്തി മുസ്തഖീം, എടി ആ മോട്ടർ ഓഫ് ആക്കിയാൽ നോക്കിയേ. അതായത് ഖുർആൻ ഓതുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ബാക്കി വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയല്ലേ ഞാനും നിങ്ങളൊക്കെ പലരും, എല്ലാവരും അല്ല പലരും യാസീൻ ഓതുന്നത്? അതായത് മത്തങ്ങാട വള്ളി പടന്ന് കിടക്കുന്നത് പോലെ അവിടെ എവിടെ 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 കേട്ട് ഇങ്ങനെ ഒരു യാസീൻ ഓതിയോ, യാസീൻ ഓതിയല്ല ഓടി, യാസീൻ ഓടി. അങ്ങനെയാണ് പലരും ഒക്കെ യാസീൻ ഓതുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില ആൾക്കാർ ചോദിക്കുമ്പോൾ യാസീൻ ഓതണമെന്നോ, ഞങ്ങളൊക്കെ എല്ലാ ദിവസവും യാസീൻ, ഞാൻ 2 യാസീൻ വെച്ച് ഓതും. പക്ഷെ യാസീൻ ഓതുവല്ല, യാസീൻ ഓടുകയാണ്. എങ്ങനെ? ചുമിങ്ങനെ ഓടും. ഒരു തജ്വീദിന്റെ നിയമമില്ല,
തജ്വീദിൻ്റെ നിയമമൊക്കെ നമുക്ക് അറിയാവുന്നത് നോക്കിയാൽ മതി, പഠിക്കുക, പരമാവധി അറിയാവുന്ന രൂപത്തിൽ ഓതുക. ഈ ഓതുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ച് ഞാൻ ഓതുന്നത് ഖുർആനാണെന്ന് മനസ്സിലാക്കി ഓതിയാൽ തന്നെ നമുക്ക് പകുതി പ്രതിഫലം കിട്ടും. അപ്പം അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഖുർആൻ നോക്കി തന്നെ ഓതുക. കാണാതെ അറിയാമെങ്കിലും നമ്മൾ ഖുർആൻ നോക്കി തന്നെ ഓതുക, അല്ലേ? 3 കാര്യങ്ങൾ വെറുതെ നോക്കിയിരുന്നാൽ പ്രതിഫലമാണ്. ഒന്ന് വിശുദ്ധമായ ഖുർആനാണ്, രണ്ടാമത്തേത് നമ്മുടെ ഉമ്മച്ചിയുടെ വാപ്പച്ചിയുടെ മുഖമാണ്, മറ്റൊന്ന് വിശുദ്ധമായ കഅബയാണ്. നോക്കിയാൽ കൂടി അപ്പോൾ ഖുർആൻ ഇങ്ങനെ നോക്കി നമ്മൾ ഓതുക. ഇനിയിപ്പോൾ ബറാഅത്ത് രാവൊക്കെ വരുന്നു, 3 യാസീൻ ഓതണ്ടേ? യാസീൻ ഓതുമ്പോൾ 3 യാസീനും നോക്കി വിശുദ്ധ ഖുർആൻ തന്നെ എടുത്ത് നോക്കി ഓതുക കേട്ടോ. പിന്നെ ഖുർആൻ എടുക്കുമ്പോൾ പലരുമൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമാണ്, വുദു ഇല്ലാതെ പല ഉമ്മമാരും ഖുർആൻ എടുക്കുന്നതായി കാണാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഖുർആൻ എടുക്കുമ്പോൾ വുദുവോടുകൂടി തന്നെ നിങ്ങൾ ഖുർആനെ സ്പർശിക്കുക. ഷാഫി മദ്ഹബുകാരല്ലേ നമ്മളൊക്കെ? ഖുർആൻ അവിടെ ഇരിക്കുമ്പോൾ ഇപ്പം ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് എടുക്കില്ല. ആരും കാണട്ടെ കാണാതിരിക്കട്ടെ, അള്ളാഹു കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഖുർആൻ എടുക്കുമ്പോൾ വുദു ഉണ്ടാവണം. ഇനിയിപ്പോൾ ഖുർആൻ വെള്ളത്തിലേക്ക് വീണു, അല്ലെങ്കിൽ ഖുർആൻ ഇങ്ങനെ കത്തിപ്പോകുന്നു, ആ സമയത്താണെങ്കിൽ നമ്മൾ അവിടെ വുദു നോക്കണ്ട. നമ്മൾ എന്ത് ചെയ്യാം? വേഗം തന്നെ നമുക്ക് അശുദ്ധിയാണെങ്കിൽ പോലും നമുക്ക് ഖുർആൻ എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ വുദുവോടുകൂടി ആയിരിക്കണം ഖുർആനിനെ തൊടേണ്ടത്. ഖുർആൻ ഒരിക്കലും ഈ തുപ്പൽ കൊണ്ടിട്ട് ഒരിക്കലും മറിക്കരുത്. ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്കിനി പരിശുദ്ധമായ റമളാൻ വരുന്നുണ്ടല്ലോ, ആ റമളാനിന് മുന്നോടിയായി ഖത്തം തീർക്കുന്ന ആളുകളുണ്ട്, റമളാനിൽ ഖത്തം ഓതുന്നവരുണ്ട്. ആ സമയത്ത് നമുക്ക് വിശാലമായിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. പറഞ്ഞു വന്നത്, നമ്മുടെ വീട്ടിൽ പഴയ ഖുർആനൊക്കെ ഉണ്ടാകും. അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? അതിനെ മൈൻഡ് ചെയ്യാതെ കൂട്ടിയിടരുത്. അതെന്ത് ചെയ്യും? പല ഖുർആനും ഒക്കെ ഇങ്ങനെ ചെതലരിച്ച്, പല ഖുർആനും പല വീടുകളിലൊക്കെ ഖുർആൻ ഇങ്ങനെ വെറുതെ എന്താണ് ഒരു കഥപുസ്തകം ബാലരമ ഇട്ടിരിക്കുന്നത് പോലെ ആയിരിക്കും ഇട്ടിരിക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. വിശുദ്ധമായ പഴയ ഖുർആനൊക്കെ ഒരിക്കലും കൊണ്ടുപോയി ആക്രിക്കട എന്നൊക്കെ പറയില്ല, അവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാവരുത്. നമ്മൾ കൊടുക്കുന്ന ഖുർആനും കൊണ്ടൊക്കെ ഈ പടക്കം ഉണ്ടാക്കുന്നു, പലരൊക്കെ ഉണ്ടാക്കി അത് പൊട്ടിക്കുന്നു. എത്രയോ സ്ഥലങ്ങളിൽ അത് പിടിച്ചെടുത്തത്. അങ്ങനെ ചെയ്യരുത്, അതിന്റെ കുറ്റം നമുക്ക് കിട്ടും. അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ശുദ്ധിയുള്ള സ്ഥലത്ത്, ഒരു വൃത്തിയുള്ള സ്ഥലത്ത്, നമ്മുടെ ടെറസിന്റെ മുകളിലോ എവിടെയെങ്കിലും ഖുർആൻ കൊണ്ടുപോയി വെക്കുക, ഖുർആൻ നല്ലതുപോലെ കത്തിക്കുക, എന്നിട്ട് ആ ചാരം ഒഴുക്കി കളയുക. അതാണ് ചെയ്യേണ്ടത് കേട്ടോ, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ നമ്മൾ നല്ല രൂപത്തിൽ നോക്കും. ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ എത്ര നനച്ചുകൂടി നടത്തിയാലും നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാവില്ല. ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ബറാഅത്ത് രാവ് വരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ 4 കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. വീട്ടിലേക്ക് കടക്കുമ്പോഴുള്ള കാര്യം, വീട്ടിൽ നജസ് കൂട്ടിയിടരുത്, വീട്ടിൽ അടിച്ചുവാരി കൂട്ടിയിടരുത്, വീട്ടിൽ ഖുർആൻ ഉണ്ടോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എൻ്റെ ഉമ്മമാർക്കും വാപ്പമാർക്കും ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ പവിത്രമായ ഇസ്മുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇസ്മ. ഇൻഷാ അല്ലാഹ് ബറാഅത്ത് രാവൊക്കെ വരുവല്ലേ, അതിനു മുമ്പ് ഈ ഇസ്മ നമ്മൾ ധാരാളമായി പറഞ്ഞിട്ട് നല്ലവണ്ണം ദുആ ചെയ്താൽ നമ്മുടെ ദുആ സ്വീകരിക്കും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഒരുപാട് നേട്ടങ്ങൾ മഹത്തുക്കൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഇസ്മുകളിൽ, നാമങ്ങളിൽപ്പെട്ട അതിപ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതാണ് ആ ഇസ്മ? യാ റഹീമു യാ അല്ലാഹ് എന്ന ഇസ്മ. യാ റഹീമു യാ അല്ലാഹ്, അല്ലെ, കരുണ ചെയ്യുന്നവൻ. ഇപ്പോ പലരും ഒക്കെ പറയാറുണ്ട്, ഉസ്താദേ എനിക്ക് എൻ്റെ ഭാര്യയെ ഭയങ്കര ഇഷ്ടമാണ്, ഭർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഞങ്ങൾ വഴക്കാണ്, എപ്പോഴും കുടുംബജീവിതത്തിൽ പ്രശ്നമാണ്. അതുപോലെ മക്കൾ തമ്മിൽ പ്രശ്നമാണ്. പല മാതാപിതാക്കളും പറയും അനുജനും അനുജത്തി, അതായത് സഹോദരന്മാർ തമ്മിൽ പ്രശ്നമാണ്, എപ്പോഴും വഴക്കാണ്. അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാർ തമ്മിൽ വഴക്കാണ്, അയൽവാസികൾ തമ്മിൽ വഴക്കാണ്, കുടുംബക്കാർ തമ്മിൽ വഴക്കാണ്. ഇങ്ങനെ ഉള്ളിൽ സ്നേഹമുണ്ടാകും, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും വഴക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് വേഗത്തിൽ നിറവേറ്റി കിട്ടാൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ റഹീമു യാ അല്ലാഹ്. ഒരു ദിവസം 100 പ്രാവശ്യം വീതം ഈ ഇസ്മു പറയണമെന്നാണ്. ഒരു ദിവസം 100 പ്രാവശ്യം വീതം ഈ യാ റഹീമു യാ അല്ലാഹ് എന്ന ഇസ്മ ഒരു മനുഷ്യൻ പറഞ്ഞിട്ട് കൈകളിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതി അവന്റെ മുഖത്തും തലയിലും ശരീരത്തൊക്കെ തടവിയാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരുപാട് ഫضലുകൾ, ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു തആല അവനിക്ക് കൊടുക്കുമെന്നാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും വലിയ കാവൽ കിട്ടുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ഇസ്മ മറക്കണ്ട. യാ റഹീമു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ് 100 വട്ടം കേട്ടോ ഇൻഷാ അല്ലാഹ്. അതും ഈ പരിശുദ്ധമായ ബറാഅത്ത് രാവിന്റെ മുന്നേയുള്ള ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പരമാവധി അധികരിപ്പിച്ചാൽ ബറാഅത്ത് രാവിലൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല വേഗത്തിൽ കബൂലാക്കും. പ്രത്യേകിച്ച് നമ്മുടെ ദുആയൊക്കെ അല്ലാഹു തആല വേഗത്തിൽ സ്വീകരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മറന്നു പോവണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖൈറിന്റെ, സലാമത്തിന്റെ, ബറക്കത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബജീവിതം
നമ്മുടെ എല്ലാ തരത്തിലുള്ള സാമൂഹിക ജീവിതം, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, നമ്മുടെ മക്കളുടെ പഠനം, അവരുടെ വിവാഹ ജീവിതം, എല്ലാത്തിനും അള്ളാഹു ബറക്കത്തും സലാമത്തും നൽകുമാറാവട്ടെ. ഈ ഇത്രയും ദിവസമൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ അമലുകളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹു താല ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.